friends, welcome back to Cinema Explainer. ഇന്ന് നമ്മൾ 2024 പുറത്തിറങ്ങിയ കോഴിപ്പന്നൈ ചെല്ലദൂരൈ എന്ന തമിഴ് സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ സിനിമയിലേക്ക് കടക്കാം. ഒരു ബാങ്കിൽ എന്തോ ഫംഗ്ഷൻ പോലെ നടക്കുകയാണ്. ബാങ്കിൽ ജോലി ചെയ്യുന്ന എല്ലാവരും ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ പാടാനായി ഒരാളെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്റ്റേജിൽ നന്നായി പാടുന്നുണ്ട്. ചിത്ര എന്ന പേരുള്ള ഒരാൾ ഈ പാട്ടൊക്കെ ആസ്വദിച്ച് കേൾക്കുന്നുണ്ട്. ചിത്ര വിവാഹിതയാണ്. ഇവർക്ക് 2 മക്കളുണ്ട്, ഒരു മകനും മകളും. ചിത്രയുടെ ഭർത്താവ് ആർമിയിലാണ്. പരിചയമുള്ള ഒരു ചേച്ചി ഭർത്താവിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നു. ചിത്രയുടെ പെരുമാറ്റം അത്ര ശരിയല്ല, നീ വന്നാൽ കൈയും കളവുമായി അവളെ പിടിക്കാം എന്നൊക്കെ അവർ പറയാണ്. അതുകൊണ്ട് ഇദ്ദേഹവും അവിടെ നിന്നും ലീവ് എടുത്ത് വരികയാണ്. നാട്ടിൽ ആരുടെയും കണ്ണിൽ പെടാതെ പതുക്കെ ഇദ്ദേഹം സ്വന്തം വീടിനടുത്തേക്ക് നടന്നു വരികയാണ്. നേരത്തെ ഒരു ഗായകൻ പാടിയത് കണ്ടില്ലേ, അദ്ദേഹം ഇടയ്ക്കിടെ ചിത്രയെ കാണാനായി വരാറുണ്ട്. ആ രീതിയിലാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. എന്താ ബൈക്കിൽ വരാത്തത് എന്ന് ചിത്ര ചോദിക്കുന്നു. ബൈക്കിൽ വന്നാൽ ശബ്ദം കേട്ട് എല്ലാവരും പുറത്തു വരുന്നത് കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ബൈക്ക് എടുക്കാതെ വന്നത് എന്ന് അയാൾ പറയുന്നു. ശരി വാ എന്ന് പറഞ്ഞ് ചിത്ര അയാളെ വീടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇതെല്ലാം ചിത്രയുടെ ഭർത്താവ് ഒളിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് സ്ഥിരമായി നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ആ ചേച്ചി ഭർത്താവിനെ വിളിച്ചു വരുത്തിയത്. അവർ രണ്ടുപേരും പുറത്തിരുന്ന് സംസാരിക്കുകയാണ്. അയാൾ കുറെ പാട്ടൊക്കെ പാടുന്നുണ്ട്. അതൊക്കെ ആസ്വദിച്ച് ഇവർ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സ്കൂൾ വിട്ട് ഇവരുടെ 2 കുട്ടികളും വരികയാണ്. ഇവരുടെ ബാഗൊക്കെ വാങ്ങി വെച്ചിട്ട് പുറത്തുപോയി കളിച്ചോളൂ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കുന്നു. ആ മകന് മാത്രം അമ്മയുടെ കാര്യത്തിൽ ചെറിയ സംശയമുണ്ട്. ആ മകൻ നോക്കിക്കൊണ്ട് തന്നെ കളിക്കാനായി പോവാണ്. അവർ രണ്ടുപേരും വീടിനുള്ളിലേക്ക് പോകുന്നു. സീൻ കട്ട് ചെയ്ത് വേറൊരു സീൻ കാണിക്കുന്നു. ഭർത്താവ് ഉള്ളിൽ കയറി ഇവർ രണ്ടുപേരെയും അടിച്ച് ലോക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കയർ ഉപയോഗിച്ച് ഇവരെ കെട്ടിയിട്ടിരിക്കുകയാണ്. നിങ്ങളെ രണ്ടുപേരെയും ഇന്ന് ഞാൻ കൊല്ലാൻ പോവാണ്, എന്ത് പ്രശ്നം വന്നാലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ മദ്യപിക്കുന്നു. ഓവറായി മദ്യപിച്ച് ഒരു ഘട്ടത്തിൽ അയാൾ ബോധം കെട്ട് വീഴുകയാണ്. ഇവർ രക്ഷപ്പെടാനായിട്ട് ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒടുവിൽ ആ ഗായകൻ കെട്ടഴിക്കുകയാണ്. ഇപ്പോൾ അടുത്തുള്ള ചിത്രയും കെട്ടഴിച്ചു വിടുന്നു. ഇവൻ ഉണർന്നാൽ നിന്റെ കഥ കഴിക്കും, മിണ്ടാതെ നമുക്ക് നാട് വിട്ട് ഓടിപ്പോവാം എന്നയാൾ പറയുന്നു. ഭർത്താവ് ബോധം കെട്ട് കിടക്കുന്നതുകൊണ്ട് ഇവർ പോകുന്നത് അറിയുന്നില്ല. ചിത്ര കുട്ടികളെ ഓർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിലും നീ ഇവിടെ നിന്നാൽ അവൻ നിന്നെ കൊല്ലും, അതുകൊണ്ട് പോകാം എന്ന് ആ ഗായകൻ പറയുന്നു. വേറെ വഴിയില്ലാതെ അവരും മക്കളെ ഉപേക്ഷിച്ച് ഈ നാട് വിട്ടു പോകുന്നു. ഭാര്യ ഉപേക്ഷിച്ച് പോയതുകൊണ്ട് ഭർത്താവ് വലിയ ദേഷ്യത്തിലാണ്. ഇതിനുശേഷം കുട്ടികളെ നമ്മൾ നോക്കണ്ട എന്ന് അയാൾ തീരുമാനിക്കുകയാണ്. ചിത്രയുടെ അമ്മയെ കാണാമെന്ന് കരുതി ആ ഗ്രാമത്തിലേക്ക് കുട്ടികളെയും കൊണ്ടുവരികയാണ്. നിങ്ങളുടെ മകൾ ഇങ്ങനെ ഓടിപ്പോയി, ഇനി ഈ കുട്ടികളെ നോക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, പേരക്കുട്ടികളെ നിങ്ങൾ തന്നെ നോക്കിക്കോളൂ, ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് അയാൾ പോവാൻ തുടങ്ങുന്നു. അച്ഛാ ഞങ്ങളെ വിട്ട് പോകല്ലേ അച്ഛാ, നിക്ക് എന്നൊക്കെ മകൻ കെഞ്ചുന്നുണ്ട്. ഇനി എനിക്ക് നീ മകനല്ല, നടന്ന കാര്യം നിനക്ക് എന്നോട് പറയാമായിരുന്നില്ലേ, ഇത്രയും നാൾ പറയാതിരുന്നില്ലേ എന്ന് പറഞ്ഞ് മകനെ തല്ലുന്നുണ്ട്. ഇപ്പോൾ ദേഷ്യത്തോടെ അയാൾ അവിടെ നിന്ന് പോകുന്നു. അമ്മൂമ്മയാണെങ്കിൽ നേരത്തെ തന്നെ ദാരിദ്ര്യത്തിലാണ്. കാര്യമായിട്ട് ഈ 2 പേരെയും നോക്കാൻ അവർക്ക് പറ്റുന്നില്ല. അവർ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞുകൂടുന്നു. ഇപ്പോൾ പെരിയസ്വാമി എന്ന പേരുള്ള ഒരാളെ ആ നാട്ടിൽ കാണിക്കുന്നുണ്ട്. അദ്ദേഹം ക്ഷേത്രത്തിൽ വന്ന് തേങ്ങ ഉടയ്ക്കാണ്. ഈ കുട്ടികൾ പെട്ടെന്ന് ചെന്ന് ആ തേങ്ങയൊക്കെ പറക്കുകയാണ്. അവിടെ ഇരുന്ന് അതൊക്കെ തിന്നുന്നു. പെരിയസ്വാമി യാദൃശ്ചികമായി ഈ കുട്ടിയെ ഒരു ദിവസം കാണാണ്. നീ ആരാണ് എന്താണെന്ന് അന്വേഷിക്കുകയാണ്. എന്നെ ആളുടെ പേരക്കുട്ടിയാണെന്ന് കുട്ടി പറയുന്നു. അതൊക്കെ ശരി, നിന്റെ അമ്മ എവിടെ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഈ കുട്ടി മറുപടി ഒന്നും പറയാതെ നിൽക്കാണ്. പറയാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് പെരിയസ്വാമിക്ക് മനസ്സിലാവുന്നു. പെരിയസ്വാമി ഒരു കോഴി വളർത്തൽ കേന്ദ്രം നടത്തുന്നുണ്ട്. ചത്തുപോയ ഒരു കോഴിയെടുത്ത് അയാൾ കുട്ടിക്ക് കൊടുക്കുകയാണ്. കുട്ടി അത് തിന്നാനായി വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അനിയത്തിയും അവനും കൂടി അത് കഴിക്കുകയാണ്. നാളുകൾ അങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഒരു ദിവസം അവരുടെ അമ്മൂമ്മ മരിക്കുന്നു. ഇപ്പോൾ അമ്മൂമ്മയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നാട്ടുകാർ ചെയ്യുന്നുണ്ട്. ഈ കുട്ടികൾ അനാഥരായെന്ന് നാട്ടുകാർക്ക് അറിയാം. അതുകൊണ്ട് കുറച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അവർ നോക്കുന്നുണ്ട്. അതുപോലെ ഈ മകൻ പെരിയസ്വാമിയുടെ കൂടെ ജോലിക്ക് ചേരാം എന്ന് തീരുമാനിക്കുന്നു. പെരിയസ്വാമിയെ അവൻ വാക്കുകൾക്കിടയിൽ വെല്ലിച്ച എന്നാണ് വിളിക്കുന്നത്. അവനെ മകനെ പോലെ വളർത്താം എന്ന് പെരിയസ്വാമിയും തീരുമാനിക്കുന്നു. അവന് ജോലി നൽകുന്നു. ഈ കോഴിയൊക്കെ ഭദ്രമായി നോക്കണമെന്ന് പറയുന്നു. അവനും വളരെ ഉത്തരവാദിത്തത്തോടെ ആ ജോലികളൊക്കെ ചെയ്യാണ്. ഇപ്പോൾ ഇവർ വളർന്നതായി നമ്മളെ കാണിക്കുന്നുണ്ട്. ചെറിയ കുട്ടിയായി കാണിച്ച ആളുടെ പേര് ചെല്ലദുരൈ, അതായത് നായകൻ. ഇദ്ദേഹത്തിന്റെ അനിയത്തിയുടെ പേര് സുധ. സുധയ്ക്ക് ഇന്ന് ഒരു പ്രധാനപ്പെട്ട പരീക്ഷയാണ്. വേഗമാ മോളെ, സമയമായി എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഇപ്പോൾ അനിയത്തിയെ കോളേജിൽ വിട്ടിട്ട് ഹീറോയും ജോലിക്കായി പോവാണ്. ഹീറോയുടെ സുഹൃത്തായി ഒരു പയ്യനെ കാണിക്കുന്നുണ്ട്. പെരിയസ്വാമി ഒരു കാലത്ത് കോഴി വളർത്തൽ കേന്ദ്രം വച്ചിരുന്നെങ്കിലും ഇപ്പോൾ കോഴി വെട്ടുന്ന കടയാണ് നടത്തുന്നത്. ആ കടയിലാണ് ഹീറോ ജോലി ചെയ്യുന്നത് എന്നാണ് നമ്മളെ കാണിക്കുന്നത്. ആ പയ്യനും അവിടെ സഹായിക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ വന്ന എല്ലാവരോടും തമാശ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ താമര എന്നൊരാളെ കാണിക്കുന്നുണ്ട്. ഇവരാണ് സിനിമയിലെ നായിക. അവൾക്ക് മൺപാത്രം വിൽക്കുന്ന ഒരു കടയാണ് ഉള്ളത്. വൺ സൈഡായി ഹീറോയെ പ്രണയിക്കുന്നുണ്ട്. ഇവൾക്കാണ് പ്രണയം. എന്നാൽ ഹീറോ ഇവരെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഇവരിടയ്ക്കിടെ പെരിയസ്വാമിയോട് സംസാരിക്കാനെന്ന വ്യാജന ഇവിടെ വരും. ഇൻഡയറക്റ്റായി ഹീറോയോടാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഹീറോ ആ ചെറിയ പയ്യന്റെ കൂടെ ഒരു കടയിൽ മീൻ വാങ്ങാൻ വന്നിരിക്കുകയാണ്. ഇവർ മീൻ വാങ്ങുമ്പോൾ വേറെ ചില ആളുകൾ മീൻ വാങ്ങാൻ അവിടെ വരുന്നുണ്ട്. അങ്ങനെ ഒരു ഓട്ടോ ഡ്രൈവർ വരുന്നു. ആ ഓട്ടോ ഡ്രൈവർ ഹീറോയെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. അതായത് ഹീറോയുടെ അമ്മ ഒളിച്ചോടി പോയതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. നിന്റെ അമ്മയെ നാട് മുഴുവൻ തേടി ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ്.
ഹീറോ വഴക്കൊന്നും വേണ്ട എന്ന് കരുതി മിണ്ടാതെ പോകുന്നു. എന്നാൽ അവൻ കളിയാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ഘട്ടത്തിന് മുകളിൽ ഹീറോയ്ക്കും ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ മുണ്ട് മടക്കി കുത്തി അവന്റെ കൂടെ അടിപിടിക്ക് ചെല്ലുകയാണ്. അവന്റെ കൂട്ടുകാരൻ വഴക്കിനായി വരുന്നു. ഹീറോ എല്ലാവരെയും അടിച്ച് അവിടെ നിന്ന് ഓടിക്കുകയാണ്. പെരിയസ്വാമി കല്യാണം കഴിച്ചിട്ടില്ല. ഹീറോയ്ക്കും കല്യാണ പ്രായമായി. വേഗം കല്യാണം കഴിക്കുമെന്ന് ഹീറോയോട് പറയുന്നു. എന്നാൽ ഹീറോയുടെ ആഗ്രഹം എന്താണെന്ന് അറിയാമോ? അനീത്തിയുടെ കല്യാണം വലിയ രീതിയിൽ നടത്തണം. അതിന് എത്ര ചെലവായാലും കുഴപ്പമില്ല എന്ന് കരുതി പണം ചേർത്ത് വെക്കുന്ന പണിയാണ് ചെയ്യുന്നത്. പെരിയസ്വാമിയുടെ കടയിൽ മാത്രമല്ല ഇദ്ദേഹം ജോലി ചെയ്യുന്നത്, അതുകൂടാതെ വേറെയും ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യും. ഇങ്ങനെ ജോലി ചെയ്ത് എന്തിനാണ് ശരീരം നശിപ്പിക്കുന്നത്? ഇതൊന്നും വേണ്ട എന്ന് പെരിയസ്വാമി പറയുന്നുണ്ട്. അല്ല, അനീത്തിയുടെ കല്യാണം നല്ല രീതിയിൽ നടത്തണം എന്ന് ഹീറോയും പറയുന്നു. അനീത്തിയുടെ കല്യാണത്തിനായി കുറെ പണമൊക്കെ സമ്പാദിച്ചു വെക്കുന്നുണ്ട്. ചേട്ടൻ വളരെ ക്ഷീണിതനാണെന്ന് സുധയ്ക്ക് നന്നായിട്ട് അറിയാം. ചേട്ടാ കാലെടുത്ത് ഈ ടബിൽ വെക്കുക എന്ന് പറഞ്ഞ് അവൾ കാലെടുത്ത് ടബിൽ വെക്കുന്നു. ചൂടുവെള്ളമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊക്കെ എന്തിനാ മോളെ ചെയ്യുന്നത്? സാരമില്ല എന്ന് പറയാണ്. അതൊന്നുമില്ല ചേട്ടാ, കിടക്കുക എന്ന് പറഞ്ഞ് കിടത്തുന്നു. ഇദ്ദേഹം കിടന്ന് അവിടെ ഉറങ്ങാൻ തുടങ്ങുന്നു. ഇപ്പോൾ ഹീറോയുടെ സുഹൃത്തിനോട് ഹീറോ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് സുധ പറയാണ്. ചെറുപ്പം മുതൽ ഒരു കാര്യത്തിലും എനിക്ക് കുറവുണ്ടാകരുത് എന്ന് കരുതി എനിക്കായി ഓടി നടന്ന് എൻ്റെ ചേട്ടൻ അധ്വാനിക്കുകയാണ്. എനിക്ക് ക്ഷേത്രത്തിലുള്ള ദൈവമില്ല, എൻ്റെ ചേട്ടനാണ് ദൈവം എന്നൊക്കെ പറയുന്നു. ഹീറോ ഉറങ്ങുകയാണെന്ന് കരുതിയിട്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ ഹീറോ ഉറങ്ങാതെ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് ഹീറോ വല്ലാതെ ഇമോഷണൽ ആകുന്നു. ഇപ്പോൾ നായിക മീൻകറി വാങ്ങാനായി ഒരു കടയിൽ വരുന്നു. മീൻകറിയൊക്കെ നല്ലതാണോ എന്ന് ചോദിക്കുന്നു. നല്ലതായിരിക്കും എന്ന് കടക്കാരൻ പറയാണ്. ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടേ വാങ്ങൂ എന്ന് നായിക പറയുന്നു. ശരി, ഇതാ ടെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അവരും കുറച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഇവർ 5 പാഴ്സൽ വാങ്ങാണ്. പെരിയസ്വാമിയെ കറക്റ്റ് ചെയ്തിട്ട് ഹീറോയെ കറക്റ്റ് ചെയ്യാം എന്നാണ് ഇവള് വിചാരിക്കുന്നത്. പെരിയസ്വാമിയും കടയിൽ ജോലി ചെയ്യുന്നവർക്കും ഇടയ്ക്കിടെ അവർ മീൻകറിയൊക്കെ വാങ്ങി നൽകും. ഞാനാണ് ഉണ്ടാക്കിയതെന്ന് നുണ പറഞ്ഞിട്ടാണ് വാങ്ങി നൽകുന്നത്. എങ്ങനെയെങ്കിലും എനിക്കായി ഹീറോയോട് സംസാരിക്കുക എന്നിവർ ചോദിക്കുകയാണ്. വിഷമിക്കണ്ട, ഞങ്ങൾക്കായി എത്ര തവണ മീൻകറി ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നു. എങ്ങനെ വിടാനാണ്? തീർച്ചയായിട്ടും ഹീറോയോട് നിന്നെക്കുറിച്ച് പറയാം എന്നൊക്കെ അവർ പറയുന്നു. ഇവരിങ്ങനെ പറ്റിച്ച് ഭക്ഷണം കഴിക്കുന്നത് ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് വെറുതെ ആ കുട്ടിയുടെ മനസ്സിൽ ആഗ്രഹം കൊടുക്കുന്നത്? ഇതിനു ശേഷം ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പെരിയസ്വാമിയോട് പറയാണ്. എനിക്ക് 30 വയസ്സുള്ളപ്പോൾ എനിക്ക് കല്യാണം നടത്തി തരാൻ ആരുമില്ലായിരുന്നു. നിനക്ക് ഞാനുണ്ട്. എന്താടാ കല്യാണം കഴിക്കാത്തത്? അതിന് മാത്രം മറുപടി പറയേ എന്ന് പെരിയസ്വാമി ചോദിക്കുകയാണ്. എൻ്റെ അനിയത്തിയുടെ ലൈഫ് സെറ്റിൽ ചെയ്തിട്ട് മാത്രമേ എൻ്റെ ലൈഫിനെ പറ്റി ആലോചിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ് ഇദ്ദേഹം അവിടെ നിന്ന് പോവാണ്. അനിയത്തി സുധ പഠിക്കാൻ വളരെ മിടുക്കിയാണ്. ഇടയ്ക്കിടെ ലൈബ്രറിയിൽ വന്ന് പുസ്തകമൊക്കെ വായിക്കും. ആ ലൈബ്രറി ഇൻചാർജായി മോഹൻ എന്നൊരു സാറാണുള്ളത്. ഇവർ പുസ്തകം തിരയുന്നത് മോഹൻ സാർ ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ നോക്കുമ്പോൾ പെട്ടെന്ന് മോഹൻ സാർ വിളിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല. സീൻ അവിടെ കട്ട് ചെയ്തിട്ട് അടുത്തതായി നായികയാണ് കാണിക്കുന്നത്. എന്തായി, എന്നെ കുറിച്ച് ഹീറോയോട് സംസാരിച്ചോ എന്ന് നായിക ചോദിക്കുന്നു. കാര്യം പറഞ്ഞേക്കാം എന്ന് കരുതി ഇത്രയും നാൾ പറ്റിച്ചതിനെ പറ്റി അവരെല്ലാവരും പറയുന്നു. ഞങ്ങൾ പറ്റിച്ചതുപോലെ നീയും പറ്റിച്ചില്ലേ? രണ്ടും കണക്കായി. നീ മീൻകറി ഉണ്ടാക്കിയതല്ല, കടയിൽ നിന്നും വാങ്ങി തന്നതാണെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറയുന്നു. അതൊക്കെ വിട്, ഹീറോയെ ഇംപ്രസ് ചെയ്യാൻ വല്ല വഴിയും പറ എന്ന് നായിക ചോദിക്കുകയാണ്. ഇനി നീ തന്നെ ശ്രമിക്കണം, ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നവർ പറയുന്നു. ഇപ്പോൾ ഇവരും ഹീറോയെ നോക്കി ഇടയ്ക്കിടെ ചിരിക്കുന്നുണ്ട്. പക്ഷെ ഹീറോ ഇവരെ കാര്യമാക്കുന്നില്ല. ഇവർ പുതിയ ഡ്രസ്സ് ഇട്ട് വന്നാൽ അവിടെയുള്ള എല്ലാവരും സൂപ്പറായിട്ടുണ്ട് എന്ന് പറയും. പക്ഷെ ഹീറോ ആ ഡ്രസ്സ് ശ്രദ്ധിക്കുന്ന പോലുമില്ല. അതുപോലെ ഇവരെ കണ്ടാൽ ഒഴിഞ്ഞു മാറി പോകുന്നു. എന്താ ഇയാൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നവൾ ആലോചിക്കുന്നുണ്ട്. അദ്ദേഹം ഒരിടത്ത് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ വേണമെന്ന് കരുതി അവിടെ കുളിക്കാൻ വരികയാണ്. ഇവള് കുളിക്കാൻ തുടങ്ങുമ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. എന്താ ഇയാൾ ഇങ്ങനെ എന്ന് ഇവളും ആലോചിക്കുന്നുണ്ട്. ഹീറോ കോഴി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അറിയാതെ കൈമുറിയാണ്. ഇപ്പോൾ എല്ലാവരും എന്തായി എന്ന് നോക്കുകയാണ്. പെരിയസ്വാമി നീ വീട്ടിൽ പോയി കിടക്ക് എന്ന് പറയുന്നുണ്ട്. അല്ല വല്യച്ഛ, സാരമില്ല എന്ന് അവൻ പറയുന്നു. ഞാൻ പറയുന്നത് കേൾക്ക്, ഇന്ന് ഒരു ദിവസം മാത്രം റെസ്റ്റ് എടുക്ക് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് ശരി എന്ന് പറഞ്ഞ് ഹീറോ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അനിയത്തി സുധ സൗന്ദർ എന്നൊരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും കൊഞ്ചിയൊക്കെ സംസാരിക്കുന്നു. ഇത് ജനലിലൂടെ ഹീറോ കാണുന്നുണ്ട്. ഇത് കാണുമ്പോൾ അമ്മ ഒളിച്ചോടി പോയതാണ് ഹീറോയ്ക്ക് ഓർമ്മ വരുന്നത്. ഇപ്പോൾ ഒരു അരിവാളുമായി ആ സ്ഥലത്തേക്ക് വരികയാണ്. ഇദ്ദേഹം അരിവാളുമായി വരുന്നത് കണ്ട് സൗന്ദർ ഭയക്കാണ്. വേഗം അവിടെ നിന്നും ഓടാൻ തുടങ്ങുന്നു. ഇദ്ദേഹം സൗന്ദറിനെ വെട്ടാൻ എന്ന രീതിയിൽ അരിവാൾ വീശുന്നു. ഭാഗ്യത്തിന് സൗന്ദർ അവിടെ നിന്നും രക്ഷപ്പെട്ടു ഓടുകയാണ്. കുറച്ചു നേരത്തിൽ ഹീറോ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. നീയും അമ്മയെ പോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന അനിയത്തിക്ക് വല്ലാതെ വിഷമം തോന്നുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല ചേട്ടാ, എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് കരയുന്നു. കുറച്ചു നേരം രണ്ടുപേരും മിണ്ടാതിരിക്കുകയാണ്. നിനക്ക് കഴിക്കാൻ എന്ത് വാങ്ങി വരണം എന്ന് ചോദിക്കുകയാണ്. അനിയത്തി ഒന്നും മിണ്ടുന്നില്ല. ശരി, നമ്മളായിട്ട് എന്തെങ്കിലും വാങ്ങി വരാമെന്ന് കരുതി ഇദ്ദേഹം പോവാണ്. ആ ചെറിയ പയ്യനോട് നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇദ്ദേഹം ഇല്ലാത്ത സമയം നായിക അവിടെ സംസാരിക്കാൻ വന്നിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഇവരും നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. എൻ്റെ ചേട്ടൻ്റെ വാക്ക് ലംഘിച്ച് ഞാൻ ഒന്നും ചെയ്യില്ല. എൻ്റെ ചേട്ടനോട് ഒരു ചെക്കനെ നോക്കാൻ പറയേ, ഞാൻ കല്യാണം പോലും കഴിക്കാം എന്നൊക്കെ സംസാരിക്കുകയാണ്. നായിക അവിടെ നിന്നും പോവാണ്. അപ്പോഴാണ് ഹീറോ അവിടേക്ക് വരുന്നത്. വന്ന ഹീറോ അനിയത്തിയുടെ അടുത്തേക്ക് പോയിട്ട് ഭക്ഷണം ഇതാ എന്ന് പറഞ്ഞ് ആ പയ്യന്റെ കയ്യിൽ കൊടുക്കുന്നു. ആ പയ്യൻ അത് അനിയത്തിക്ക് കൊടുത്തെങ്കിലും എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അത് വെളിയിൽ കളയാണ്. താമര വന്നിട്ട് പോയല്ലോ, അനിയത്തിയോട് എന്ത് സംസാരിച്ചു എന്ന് ഹീറോ ചോദിക്കുകയാണ്.
താമര സംസാരിച്ചില്ല, നിന്റെ അനിയത്തിയാണ് സംസാരിച്ചത്. എൻ്റെ ചേട്ടൻ കാണുന്ന പയ്യനെ ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് അനിയത്തി പറഞ്ഞു എന്ന് ആ പയ്യൻ പറയാണ്. അതുകൊണ്ട് അനിയത്തിക്ക് കല്യാണം നടത്തി കൊടുക്കാം എന്ന് ആലോചിക്കുന്നു. ബ്രോക്കർ ഒരു നല്ല പയ്യനെ കുറിച്ച് പറയുന്നുണ്ട്. കൈയോടെ പോയി കാണാമെന്ന് പറഞ്ഞ് ബ്രോക്കറേയും കൂട്ടി വരികയാണ്. പയ്യൻ ഒരു ആശുപത്രിയിൽ കോമ്പൗണ്ടറായി ജോലി ചെയ്യാണ്. ഹീറോ കുറച്ചു നേരം സംസാരിച്ച് നോക്കുന്നുണ്ട്. സംസാരിച്ചപ്പോൾ അയാൾ നല്ലൊരു പയ്യനാണ്, ചീത്തശീലങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാവുന്നു. ഇയാളെ തന്നെ ഉറപ്പിക്കാം എന്ന് തീരുമാനിക്കുന്നു. ഇതിനെക്കുറിച്ചൊക്കെ പെരിയസ്വാമിയോട് സംസാരിക്കുന്നു. അവിടേക്ക് വന്ന നായിക വെറും പയ്യനെ പറ്റി അന്വേഷിച്ചാൽ മാത്രം പോരാ, പയ്യന്റെ കുടുംബത്തെ പറ്റിയും അന്വേഷിക്കണം, അവിടെ പോയാൽ സുധ കഷ്ടപ്പെടും എന്നൊക്കെ നായിക ഇൻഡയറക്റ്റായി പറയാണ്. എന്നാൽ ഇത് കേട്ട് ഹീറോയ്ക്ക് ആകെ ദേഷ്യം വരുന്നു. അടുത്ത് തന്നെയാണല്ലോ താമരയുടെ കട. ആ കടയുടെ അടുത്ത് വന്ന് അവിടെയുള്ള മൺപാത്രങ്ങളൊക്കെ ഇട്ട് ഉടക്കിയാണ്. എൻ്റെ അനിയത്തിക്ക് എങ്ങനെ കല്യാണം നടത്തണമെന്ന് എനിക്കറിയാം. ഇതിനുശേഷം എൻ്റെ കാര്യത്തിൽ ആരെങ്കിലും അനാവശ്യമായി ഇടപെട്ടാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നു. എങ്കിലും നായിക പറഞ്ഞതിനെ പറ്റി ഹീറോ ആലോചിക്കുന്നുണ്ട്. ഫാമിലിയെ കണ്ടാൽ എന്താ എന്ന് കരുതി ബ്രോക്കറുടെ കൂടെ ഫാമിലിയെ കാണാനായി വീട്ടിലേക്ക് പോകുന്നു. ഇപ്പോൾ ഫാമിലിയോട് സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് അനിയത്തിക്ക് ഈ ഫാമിലി സെറ്റ് ആകില്ല എന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നത്. ഇദ്ദേഹം കഷ്ടപ്പെട്ടാണെങ്കിലും അനിയത്തി ചോദിക്കുന്നതെല്ലാം വാങ്ങി നൽകും. എന്നാൽ ഇവർ ഭയങ്കര പിശുക്കന്മാരാണ്. അനിയത്തിയെ ഇവരെങ്ങനെ നോക്കുമെന്ന ചോദ്യം വരികയാണ്. അതുകൊണ്ട് ഈ കല്യാണത്തിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഇതിനെപ്പറ്റി പെരിയസ്വാമിയോട് വിളിച്ചു പറയാണ്. ശരിയെന്ന് പെരിയസ്വാമിയും സമ്മതിക്കുന്നു. ഇപ്പോൾ പെരിയസ്വാമി താമരയോട് സംസാരിക്കാൻ വരാണ്. നീ പറഞ്ഞത് ഭരിച്ചു മോളെ, അവൻ അത് വേണ്ട എന്ന് തീരുമാനിച്ചു. സാരമില്ല, നീ പറയുന്നതും അവൻ കണക്കിലെടുക്കുന്നുണ്ട്. ഇതിനുശേഷം നീ അവനോട് പതിയെ സംസാരിച്ചു നോക്ക് എന്ന് പറയാണ്. ശരി എന്ന് പറഞ്ഞ ഇവരും സന്തോഷിക്കുകയാണ്. അനിയത്തിയെ കാണാൻ സൗന്ദർ എന്നൊരു പയ്യൻ വന്നില്ലേ, അവൻ മോഹൻ സാറിന്റെ മകനാണ്. ആ മോഹൻ സാറിനെ കുറിച്ച് നമുക്ക് അന്വേഷിക്കാം, മുഴുവനായി അറിയാം എന്ന് പെരിയസ്വാമി പറയുന്നു. ശരി എന്ന് ഹീറോ സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ മോഹൻ സാറിനെ കുറിച്ച് ആ കോളേജിലുള്ള ഒരു പയ്യനോട് അന്വേഷിക്കുന്നു. ആ സാർ വളരെ നല്ല ടൈപ്പാണ് എന്ന് അവനും പറയുന്നു. ശരി, നേരിട്ട് വീട്ടിൽ പോയി സംസാരിക്കാം എന്നിവർ വിചാരിക്കുകയാണ്. ഇവർ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് വരുന്നു. അന്ന് ഞാൻ നിന്ന് സംസാരിച്ചേനെ, പക്ഷെ നിങ്ങൾ സംസാരിക്കുന്ന അവസ്ഥയിലല്ലായിരുന്നു, അതുകൊണ്ടാണ് ഓടിയത് എന്ന് സൗന്ദർ പറയുന്നു. സാരമില്ല, എൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് ഹീറോ മാപ്പ് ചോദിക്കുന്നു. ഇപ്പോൾ മോഹൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കുകയാണ്. മോഹൻ ഇവിടെ ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നു. സൗന്ദർ അച്ഛന് ഭക്ഷണം കൊടുക്കാനായി ഇടയ്ക്കിടെ കോളേജിൽ വരുമായിരുന്നു. അങ്ങനെ കോളേജിൽ വരുമ്പോഴാണ് സുധയെ കണ്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. അതേപോലെ മോഹൻ സാറിനും സുധയെ വലിയ ഇഷ്ടമാണ്. കാരണം അവൾ നന്നായി പഠിക്കും, എല്ലാ കാര്യത്തിലും കറക്റ്റ് ആയിരിക്കും. അവൾ ഫീസ് അടച്ചില്ല എന്നതുകൊണ്ട് സാറ് തന്നെ ഫീസ് അടച്ചു. സാർ എന്തിനാണ് ഫീസ് അടച്ചത്, എൻ്റെ ചേട്ടൻ നോക്കിക്കോളും, പെട്ടെന്ന് തന്നെ പണം തിരിച്ചു തരാം എന്ന് സുധ പറഞ്ഞു. നന്നായി പഠിക്കുന്ന കുട്ടി ഫീസ് അടയ്ക്കാത്തത് കൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റാതെ പോകരുത്, അതുകൊണ്ടാണ് നിനക്കായി അടച്ചത്. എൻ്റെ നാട്ടിൽ ചെറിയ കുട്ടികൾക്ക് ഫ്രീ ആയി ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്, അവിടെ വന്ന് നീ ട്യൂഷൻ എടുത്താൽ നന്നായിരിക്കും, ഈ പണം അങ്ങനെ കുറയ്ക്കാം എന്ന് സാറ് പറയുന്നു. ഇവർക്കും ട്യൂഷൻ എടുക്കാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് സാറിൻ്റെ കൂടെ സാറിൻ്റെ നാട്ടിൽ വരികയാണ്. ഒരു വീട് പണിത് അവിടെയാണ് ട്യൂഷനൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇതിനുശേഷം ഇവരാണ് ക്ലാസ് എടുക്കാൻ പോകുന്നതെന്ന് സുധയെ കുട്ടികൾക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇപ്പോൾ സാറും സാറിൻ്റെ മകനും പോകാൻ തുടങ്ങാണ്. നമ്മൾ പ്രേമിക്കുന്നത് അച്ഛൻ അറിഞ്ഞില്ല എന്നാണ് സൗന്ദർ വിചാരിച്ചത്. എന്നാൽ അച്ഛന് നന്നായിട്ട് അറിയാം. നീ എനിക്ക് ഭക്ഷണം തരാൻ വന്നതല്ല, ആ കുട്ടിയെ കാണാൻ വന്നതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞ് കളിയാക്കാണ്. ആ കുട്ടി ഇടയ്ക്കിടെ ഇവിടെ വരുന്നുണ്ട്, ഫാമിലിയുമായി നന്നായിട്ട് ഇണങ്ങുന്നുണ്ട്. സൗന്ദറിന്റെ അമ്മ, നീ മരുമകളായി വന്നാൽ നന്നായിരിക്കും, എൻ്റെ മകനും നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ സംസാരിക്കുന്നു. എൻ്റെ ചേട്ടൻ്റെ സമ്മതമില്ലാതെ എൻ്റെ ലൈഫിൽ ഞാൻ ഒരു തീരുമാനവും എടുക്കില്ല, എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് അവിടെ നിന്നും വേഗത്തിൽ പോവാണ്. ഇതിനുശേഷം ഇവിടേക്ക് വരില്ലെന്നും പറയുന്നു. മോഹൻ സാർ ഇവിടെ നിന്നെ ഡ്രോപ്പ് ചെയ്യും എന്ന് പറയുന്നു. സൗന്ദർ ഡ്രോപ്പ് ചെയ്യാനേ വരുന്നു. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, പക്ഷെ എൻ്റെ ചേട്ടനാണ് തീരുമാനം എടുക്കേണ്ടത് എന്ന് പറഞ്ഞാണ് ബസ്സിൽ കയറുന്നത്. അവരങ്ങനെ ചിരിച്ച് സംസാരിച്ച് പോയത് കൊണ്ടാണ് ഇദ്ദേഹം വീട്ടിൽ സംസാരിക്കാനേ വന്നത്. ഇപ്പോഴാണ് ഹീറോയ്ക്ക് എല്ലാം മനസ്സിലാവുന്നത്. നല്ല ഫാമിലിയായി തോന്നുന്നുണ്ട്, നമുക്ക് ബന്ധം ഉറപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവിടെ വെച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു. ഇദ്ദേഹം ദേഷ്യപ്പെട്ട അന്നു മുതൽ അനിയത്തി ഫോൺ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഫോൺ എടുത്തുകൊണ്ട് വന്ന് ഇദ്ദേഹം തന്നെ അനിയത്തിക്ക് കൊടുക്കുകയാണ്. സൗന്ദറിനെ പറ്റി ഇപ്പോഴാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. നീ ധൈര്യമായി അവരോട് സംസാരിക്ക്, ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടാണ് വരുന്നത്, എല്ലാം ഞാൻ സംസാരിച്ച് കഴിഞ്ഞു എന്ന് പറയുന്നു. നിനക്കറിയാലോ, ഞാൻ വെറുതെ ദേഷ്യപ്പെടില്ല. അന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് അമ്മയെ ഓർമ്മ വന്നു, അതുകൊണ്ടാണ് അങ്ങനെ റിയാക്ട് ചെയ്തത്, എന്നോട് ക്ഷമിക്കേ എന്ന് ചോദിക്കുകയാണ്. സാരമില്ല എന്ന് പറഞ്ഞ് സുധയും ചേട്ടനെ കെട്ടിപ്പിടിക്കുന്നു. ഇദ്ദേഹം സമ്പാദിച്ചതെല്ലാം അനിയത്തിയുടെ കല്യാണ ചെലവിനല്ലേ, ആ പണം എല്ലാം എടുത്ത് ചെലവാക്കാൻ തുടങ്ങുകയാണ്. പെരിയസ്വാമി സപ്പോർട്ടീവായി കൂടെ തന്നെയുണ്ട്. ഇദ്ദേഹം പെട്ടിയിൽ കുറെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ചെരുപ്പും വെച്ചിട്ടുണ്ട്. ചിത്ര ഓടിപ്പോയപ്പോൾ ഒരു ചെരുപ്പ് ഉപേക്ഷിച്ചിട്ടാണ് പോയത്. ആ ചെരുപ്പാണ് ഇദ്ദേഹം വെച്ചിരിക്കുന്നത്. ചെല്ലദുരൈ എല്ലാവരോടും സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. ഇപ്പോൾ ആരും ചിട്ടി ചോദിക്കുന്നില്ല. അത് ചെല്ലദുരൈക്ക് തന്നെ കൊടുത്തേക്കാം എന്ന് എല്ലാവരും ചേർന്ന് തീരുമാനിക്കുന്നു. ഇദ്ദേഹവും ഇതിൽ സന്തോഷിക്കുന്നുണ്ട്. ഇപ്പോൾ കല്യാണ ജോലികളൊക്കെ ഏറ്റെടുത്ത് നടത്തുകയാണ്. നായികയുടെ വീട്ടിലും ക്ഷണക്കത്ത് നൽകാനായി വരുന്നു. ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. എന്താ ചിരിയൊക്കെ എന്ന് ഇവരും സന്തോഷിക്കുകയാണ്. ഇപ്പോൾ ഒരിടത്ത് പൂജ കഴിഞ്ഞ് പോകാം എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും പണം കൊടുക്കാമെന്ന് കരുതി അവിടെയുള്ള ഭിക്ഷക്കാർക്ക് പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരാളെ കണ്ട് ഇദ്ദേഹം വല്ലാതെ ഞെട്ടുന്നു. കാരണം അത് വേറെ ആരുമല്ല, സ്വന്തം അമ്മയാണ്.
എന്താ അങ്ങനെ നോക്കുന്നത്? ഈ അമ്മയെ നിനക്ക് അറിയാമോ എന്ന് അടുത്തുള്ള ആള് ചോദിക്കുകയാണ്. ഇല്ല, അറിയില്ല എന്ന് പറഞ്ഞ ഇദ്ദേഹം വേഗത്തിൽ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങുന്നു. അങ്ങനെ നടന്നുപോയ ആൾ കുറച്ചു നേരത്തിനുള്ളിൽ ബോധം കെട്ട് വീഴാണ്. കാരണം ഇതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടാണ് പോയത്. ആ ഷോക്കിലാണ് വീണത്. എല്ലാവരും എന്തു പറ്റിയെന്ന് നോക്കുന്നു. ഇപ്പോൾ പെരിയസ്വാമി അവിടെ വരുത്താണ്. അദ്ദേഹം വഴി അമ്മയെ ഒരിടത്ത് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അമ്മയ്ക്ക് നടന്നൊന്നും ഓർമ്മയില്ല. അവരാരാണെന്ന് പോലും അറിയാത്ത പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ആശ്രമത്തിലേക്ക് അമ്മയെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെയുള്ളവർ ഞങ്ങൾ നോക്കിക്കോളാം, മാസം ഇത്ര തുക തരണം എന്ന് പറയുന്നു. അതൊന്നും പ്രശ്നമില്ല, ഞാൻ തന്നോളാം എന്ന് ഹീറോയും പറയാണ്. അനിയത്തിയുടെ കല്യാണത്തിന് എല്ലാം തീരുമാനിച്ചില്ലേ? ഇപ്പോൾ അനിയത്തിയുടെ കല്യാണം നല്ല രീതിയിൽ നടന്നു കഴിയുന്നു. ഇപ്പോൾ അനിയത്തിയും ആ പയ്യനും ചേർന്ന് ഇദ്ദേഹത്തിന്റെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങുന്നു. ഇപ്പോൾ അനിയത്തി കാറിൽ കയറി പോവാണ്. അനിയത്തി വല്ലാതെ കരയുന്നുണ്ട്. ഓടി വന്ന് ചേട്ടനെ കെട്ടിപ്പിടിക്കുന്നു. ഇവർ രണ്ടുപേരും വലിയ സ്നേഹത്തിലാണല്ലോ. ഇതെല്ലാവരും അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. ഹീറോ അമ്മയെ കണ്ടിട്ട് പോകാം എന്ന് പറയുന്നു. അമ്മയെ കണ്ടുപിടിച്ച കാര്യം ഇപ്പോഴാണ് അനിയത്തിയോട് പറയുന്നത്. അനിയത്തിയും കാണാനായി ആ സ്ഥലത്തേക്ക് വരുന്നു. അമ്മ ഒരു റിയാക്ഷൻ ഇല്ലാതിരിക്കുകയാണ്. വന്ന രണ്ടുപേരും അമ്മയുടെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങി മടങ്ങി പോകുന്നു. അനിയത്തി പോയത് ഇദ്ദേഹത്തിന് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാതെ കുറെ നേരം ഇരിക്കുകയാണ്. അടുത്തുള്ള ആ പയ്യനും കാര്യം മനസ്സിലാക്കി സമാശ്വസിപ്പിക്കുന്നുണ്ട്. സൗന്ദർ അനിയത്തി നല്ല രീതിയിലാണ് നോക്കുന്നത്. പക്ഷെ അനിയത്തി ചേട്ടനെ ഓർത്ത് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടെ വാതിലിനടുത്ത് വന്നിരിക്കും. സാരമില്ല, എല്ലാം ശരിയാകുമെന്ന് സൗന്ദർ പറയുന്നു. ഇപ്പോൾ സൗന്ദർ നായികയെ കാണാനായി അവരുടെ വീട്ടിലേക്ക് വരാണ്. യഥാർത്ഥത്തിൽ നായിക ചേട്ടനെ സ്നേഹിക്കുന്നത് അനിയത്തിക്ക് നന്നായിട്ട് അറിയാം. നീയാണ് എൻ്റെ ചേട്ടന് ശരിയാവുക, നീ വിഷമിക്കേണ്ട, സമയം നോക്കി എൻ്റെ ചേട്ടനോട് നിന്നെക്കുറിച്ച് ഞാൻ സംസാരിക്കാം, എല്ലാം നല്ല രീതിയിൽ നടക്കും എന്ന് അനിയത്തി പറയുന്നു. പെരിയസ്വാമി നന്നായി മദ്യപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കടയിൽ ജോലി ചെയ്യാൻ പറ്റാതിരിക്കുകയാണ്. ഹീറോയാണ് എല്ലാ ജോലിയും നോക്കുന്നത്. തിരിച്ച് അമ്മയെ പോയി കാണണ്ടേ എന്ന് പെരിയസ്വാമി ചോദിക്കുന്നു. അതിന് ഹീറോ, എൻ്റെ അമ്മയെ ഞാൻ ക്ഷമിച്ചു എന്ന് കരുതരുത്, സഹതാപം തോന്നിയിട്ടാണ് അവിടെ ചേർത്തത്, അല്ലാതെ അവർക്ക് മേലെ എനിക്ക് ഒരു സ്നേഹവും. എനിക്ക് അമ്മയും അച്ഛനും എല്ലാം നിങ്ങൾ മാത്രമാണ്. എനിക്ക് 2 ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, അനിയത്തിയുടെ കല്യാണം നല്ല രീതിയിൽ നടത്തണം. രണ്ടാമത്, നിങ്ങൾക്കൊരു കോഴി വളർത്തുന്ന കട ഉണ്ടാക്കി തന്ന് നിങ്ങളെ മുതലാളിയാക്കി ഇവിടെ ഇരുത്തണം. ഇതിനപ്പുറം എനിക്കൊരു ആഗ്രഹവുമില്ല. ഒരു പക്ഷെ നിങ്ങൾക്ക് മുമ്പ് ഞാൻ മരിച്ചാൽ നിങ്ങൾ എനിക്ക് കർമ്മങ്ങൾ ചെയ്യണം. നിങ്ങൾ മരിച്ചാൽ ഞാൻ ചെയ്യും. ഇത് മാത്രം എനിക്ക് മതി എന്ന് പറയുന്നു. ജീവിക്കേണ്ട പ്രായത്തിൽ എന്തിനാണ് മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? നീ ജോലി നോക്ക്, ഞാൻ വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് നടക്കാൻ തുടങ്ങുന്നു. ഹീറോ സംസാരിച്ചതിൽ അദ്ദേഹം വളരെ ഇമോഷണൽ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് വിഷമത്തോടെ പോകുന്നത്. ഇപ്പോൾ മഹേശ്വരി എന്നൊരു ചെറിയ പെൺകുട്ടിയെ കാണിക്കുന്നു. ഹീറോയെ തേടിയാണ് അലയുന്നത്. ഹീറോയും ആരാണ് എന്താണ് എന്ന് ചോദിക്കുകയാണ്. ഞാനും നിന്റെ അനിയത്തി പോലെയല്ലേ, ഒരിടം വരെ നീ വരണം എന്ന് പറയുന്നു. ശരി എന്ന് പറഞ്ഞ് ഇദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കുട്ടി ആ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാണ്. ഇദ്ദേഹം വേണ്ട വേണ്ട എന്ന് വെച്ച അച്ഛൻ അതാ വയ്യാതെ ഒരു ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ്. അദ്ദേഹം രണ്ടാമതൊരു കല്യാണം കഴിച്ചിട്ടുണ്ട്. അതിലാണ് മഹേശ്വരി എന്ന മകൾ ജനിച്ചത്. ഇപ്പോൾ അച്ഛൻ്റെ 2 കിഡ്നിയും ഫെയിലിയർ ആയിരിക്കുകയാണ്. ഉടനെ കിഡ്നി മാറ്റിവെക്കണം. മക്കൾക്കേ നൽകാൻ പറ്റൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞു. മഹേശ്വരി തരാമെന്ന് പറഞ്ഞതാണ്, പക്ഷെ ഇവളുടെ കിഡ്നി മാച്ച് ആയില്ല. അതുകൊണ്ടാണ് നിന്നെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് കൊണ്ടുവന്നത്. നിങ്ങൾ സഹായിക്കണം എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നോട് ക്ഷമിക്കും മോളെ, ഇയാൾക്ക് മാത്രം എൻ്റെ കിഡ്നി തരാൻ പറ്റില്ല. എൻ്റെ ലൈഫിൽ തിരിച്ച് ഇയാളുടെ മുഖം കാണരുത് എന്ന് വിചാരിച്ചതാണ്. ഇപ്പോൾ കണ്ടുപോയി എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവിടെ നിന്നും പോകാൻ തുടങ്ങുന്നു. ചേട്ടാ ചേട്ടാ എന്ന് മഹേശ്വരി വിളിക്കുന്നുണ്ട്. മൈൻഡ് ചെയ്യാതെ അവൻ നടന്നു പോവാണ്. ഇദ്ദേഹം രാത്രി ഉറങ്ങുമ്പോൾ അവൾ വിളിച്ചതാണ് ഓർമ്മ വരുന്നത്. ഇദ്ദേഹം പെട്ടെന്ന് ഉണരുന്നു. ഇപ്പോൾ വെളുപ്പാങ്കാലം. ഇദ്ദേഹം വാതിൽ തുറന്ന് പുറത്തു വരുന്നു. നോക്കിയാൽ ആ മഹേശ്വരി അവിടെ കാത്തു നിൽക്കുകയാണ്. മഹേശ്വരി മാത്രമല്ല, ചിറ്റയും അവിടെ കാത്തു നിൽക്കുന്നു. വളരെ കെഞ്ചി ചോദിക്കുകയാണ്. ശരിയെന്ന് പറഞ്ഞ് ഇദ്ദേഹം ഒരു ഘട്ടത്തിൽ സമ്മതിക്കുന്നുണ്ട്. അനിയത്തിയോട് പറയാതെ ഈ കാര്യം ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇദ്ദേഹം ആശുപത്രിയിൽ വരുന്നത്. പക്ഷെ അനിയത്തി വിവരം അറിഞ്ഞ് അവിടെ എത്തുന്നുണ്ട്. അയാൾക്ക് വേണ്ടി നീ എന്തിനു കിഡ്നി കൊടുക്കണം, വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് ഇദ്ദേഹം മഹേശ്വരി എന്ന് വിളിക്കുന്നത്. ചേട്ടാ എന്ന് വിളിച്ച് ആ ചെറിയ കുട്ടി വരികയാണ്. ഇവളും നിന്റെ അനിയത്തി പോലെയാണ്, അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കാൻ തീരുമാനിച്ചത് എന്നൊക്കെ ഇദ്ദേഹം പറയുന്നു. ഇത് കുറച്ച് സീരിയസ് ആയ ഓപ്പറേഷനാണ്, അതുകൊണ്ട് ഒപ്പിട് എന്ന് ഡോക്ടർമാർ സൈൻ വാങ്ങുന്നുണ്ട്. അനിയത്തിയും പെരിയസ്വാമിയും ഭയക്കുന്നുണ്ട്. ഓപ്പറേഷന് പോകുന്നതിന് മുമ്പ് തന്നെ ഹീറോ തന്റെ വീട് പെരിയസ്വാമിയുടെയും ആ ചെറിയ പയ്യന്റെയും പേരിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി വക്കീൽ പറയുന്നു. എന്നാൽ പെരിയസ്വാമി പെട്ടെന്ന് ആ ആധാരം തന്നെ കീറിക്കളയാണ്. അവൻ തിരിച്ചു വരും, ഇതിന്റെ ആവശ്യം വരില്ല എന്ന് പറയുന്നു. ഓപ്പറേഷൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ രണ്ടുപേരും സുഖമായിരിക്കുന്നു. ഹീറോയും ബെഡ് റെസ്റ്റ് എടുക്കുകയാണ്. അങ്ങനെ ബെഡ് റെസ്റ്റ് എടുക്കുമ്പോൾ നായികയാണ് കൂടെ ഇരുന്ന് നോക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മൂത്രമൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഹീറോയും വീട്ടിലേക്ക് പോകാം എന്ന് വിചാരിക്കുന്നു. അച്ഛനും ഹീറോയെ നോക്കി നന്ദിയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഹീറോ അച്ഛനെ മൈൻഡ് ചെയ്യുന്നില്ല. അവിടെ നിന്നും പോകാൻ തുടങ്ങുകയാണ്. ഓട്ടോ വരെ നടന്നു പോകാന്ന് കരുതി എഴുന്നേൽക്കുന്നുണ്ട്. പെട്ടെന്ന് വീഴാൻ പോകുന്നു. ചുറ്റുള്ള എല്ലാവരും വന്ന് പിടിക്കുന്നു. ഇപ്പോൾ എല്ലാവരും കൈത്താങ്ങായി ഇദ്ദേഹത്തിനെ കൊണ്ടുപോവാണ്. ഇപ്പോൾ നായികയും ഇവർക്ക് ഓട്ടോ ഒക്കെ പിടിച്ച് അവിടെ വരികയാണ്. ഇദ്ദേഹം നായികയെ നോക്കി ചെറുതായി ചിരിക്കുന്നുണ്ട്. എന്നെ നോക്കിയിട്ടാണോ ചിരിക്കുന്നത്, അതോ പിന്നിൽ ആരെങ്കിലും കണ്ടിട്ടാണോ എന്ന് നായിക തിരിഞ്ഞു നോക്കുന്നുണ്ട്. പിന്നിൽ ആരുമില്ല, എന്നെ നോക്കി തന്നെയാണ് ചിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. നായിക അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഇദ്ദേഹം കൈ നീട്ടുന്നുണ്ട്.
നായിക ഇദ്ദേഹത്തിന്റെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. ഇദ്ദേഹം കൈത്താങ്ങായി അവരുടെ തോളിൽ ചാരി പോവാണ്. ഹീറോയും നായികയും ഒന്നിച്ചു എന്ന് നമ്മളെ കാണിക്കുന്നു. ഇപ്പോൾ എല്ലാവരും ചേർന്ന് അവിടെ നിന്ന് പോവാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇദ്ദേഹം അമ്മയെ കാണാനായി വരികയാണ്. ഇപ്പോൾ അമ്മയെ ആളുകൾ കൊണ്ടുവന്ന് ഒരിടത്ത് ഇരുത്തുന്നുണ്ട്. ഇദ്ദേഹം അമ്മയോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അനീതിക്ക് നല്ല രീതിയിൽ കല്യാണം നടത്തി കൊടുത്തു അമ്മേ. ഇപ്പോൾ ഞാൻ ആ വീട്ടിൽ തനിച്ചാണ്. ഇനിയും കുറച്ച് നാളിൽ നിങ്ങൾക്ക് അസുഖം ഭേദമായ ഉടനെ നിങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. നിങ്ങളെ നന്നായി നോക്കും എന്നൊക്കെ ഫീലിങ്സോടെ സംസാരിക്കുന്നു. ഒന്നും അറിയാത്ത പോലെ ഇരുന്നവർ നോർമലായി ഇദ്ദേഹത്തെ തിരിഞ്ഞു നോക്കുന്നു. എന്നാൽ അവർ നോക്കുന്നത് ഇദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല. സത്യം എന്താണെന്ന് വെച്ചാൽ അമ്മ നോർമലായി തന്നെയാണ് ഇരിക്കുന്നത്, എങ്കിലും മാനസിക നില തെറ്റിയതുപോലെ അഭിനയിക്കുകയാണ്. ഇങ്ങനെ ഇവരുടെ ജീവിതം നമ്മളാൽ നാശമായി പോയി. ഇനി അങ്ങോട്ട് അവരുടെ ലൈഫിൽ തിരിച്ചുപോയി കഷ്ടപ്പെടുത്തരുത്, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇദ്ദേഹവും സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും പോകുന്നു. ഇതോടെ ഈ സിനിമ അവസാനിക്കുന്നു. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടെ തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.